നാരാട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം കുറച്ച് രണ്ട് മാങ്ങയും കുറച്ച് മത്തിയും കൊണ്ടുവന്നിട്ടുണ്ടേ. ആ മത്തി ഈ മാങ്ങ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിട്ട്. അപ്പം ഞാൻ മാങ്ങ മുറിച്ചിട്ടെ. അതിന് വെള്ളം പോയിരുന്നു മാങ്ങ മുറിക്കുമ്പോ. പിള്ളേരെല്ലാം അപ്പറായില്ലേ കണ്ടിട്ടുണ്ട്, തരുകയും ചെയ്യില്ല. അപ്പൊ വരുമ്പോ ഇത് മുറിച്ചിടും. പുളിയമ്മാങ്ങ തോന്നും. മാങ്ങുന്ന വേഗം ഉറക്കുണ്ടാവും. മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. മത്തി നേരത്തെ ഞാൻ മുറിച്ച് വെച്ചിട്ട്. അപ്പൊ മത്തിക്കറി ആക്കാട്ടാ. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകള് പച്ചമുളക്, തക്കാളി, ഇഞ്ചി, മാങ്ങ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കാശ്മീർ ഒന്ന് തിരുമ്പി കൊടുക്കേ. അധികം തിരുമ്പണ്ട, മത്തിയങ്ങ് ചീഞ്ഞു പോകും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വേവട്ടെ. മാങ്ങിയിട്ട മത്തിയായിരുന്നു വേവുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന അരപ്പിന് വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ, കുറച്ച് തേങ്ങ അരച്ചെടുക്കട്ടെ. അപ്പൊ നമ്മളെ മത്തിയും മാങ്ങയും അടുപ്പത്ത് വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളെന്താ അരച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. കളക്കട്ടെ. അപ്പൊ നമ്മളെ മത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്തു വെക്കാം. ഇതിലേക്ക് ഒരു ഉള്ളി താളിച്ചു വയ്ക്കാനുണ്ട്. ചെറിയ ഉള്ളിയാണ്. വെളിച്ചെണ്ണ തിളച്ചു വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, അപ്പൊ നമ്മളെ മാങ്ങയിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അച്ഛൻ നമുക്കും കൊടുക്കാം. അപ്പൊ നമ്മുടെ മത്തിക്കറി ഇല്ലാതെ എന്റെ തന്നിട്ടുണ്ടേ. അച്ഛൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എന്താ പറയാ, വേഗം കൊണ്ട് കൊടുത്തു വരട്ടെ. അപ്പൊ അച്ഛനമ്മ ചോറ് കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ കറി ഇതേ മത്തിക്കറിയാന്നേ. എന്താ ഇടുന്ന കറി? പുളിശ്ശേരിയാ. അടിപൊളി പുളിശ്ശേരിയാണ്. നമുക്ക് കുറച്ച് കേബേജാ? കപ്പക്കയാ കേബേജാ? കേബേജ്. ഓ, ഇവിടെ ഇഷ്ടംപോലെ കറി ഉണ്ടല്ലോ അമ്മേ. ഇതെന്നമ്മ ഓ വൈനിങ് പറഞ്ഞുണ്ട്. ഉപ്പേരിന് കൊറേ തരം, 2 തരം ഉപ്പേരിയായ. എന്താ ഏച്ചി കൊണ്ട് തന്നെ ഒന്നല്ല, ഏച്ചി കൊണ്ട് കൊടുത്ത വൈങ്ങിയാണ് ഉപ്പേരിയാക്കി. ഇടക്ക് ദേശം തന്നാ മതി. പുളിശ്ശേരി ദേശം വൈനിങ് പറഞ്ഞു തന്നെ. അമ്മേടെ കറി കൂട്ട കുറച്ച് പുളിശ്ശേരി വേണ്ട. അത് ഞാൻ വേറെ പാത്രത്തിൽ എന്താ നല്ല പുളിശ്ശേരിയാണ്.
കാണുമ്പോ അറിയാം നല്ല പുളിശ്ശേരിയാണ്. ഏതാ ചെറിയ പാത്രത്തിൽ മതി അമ്മ, ദേശം മതി. അപ്പൊ അമ്മയോട് ദേശം ബൈനിങ് വാങ്ങുന്നുണ്ട്. മതി മതി മതി. പുളിശ്ശേരി വാങ്ങി. പുളിയില്ലേ മാങ്ങേരെ? രസമുണ്ടാ? രസമുണ്ടാ? അച്ഛൻ കാന്താരി നിരക്കുന്നുണ്ട് അല്ലേ? കാന്താരി. ആഹാ. കാന്താരി പുളിശ്ശേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ കഴിക്ക്, ഞാനും കഴിക്കട്ടെ പോയിട്ട്. അപ്പൊ ഈ 2 കറി വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോവുകയാണ്. ഞാനും കഴിക്കട്ടെ. എന്നാ പിന്നെ ഞാനും ഇന്നത്തെ ചോറ് കഴിക്കലായി. ആരുമില്ല, ഞാൻ ഒറ്റ കഴിക്കുന്നു കേട്ടാ. അപ്പൊ നമ്മുടെ ചോറ് റേഷനരി ചോറാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഷനരി ചോറ്. അമ്മ തന്ന പുളിശ്ശേരി, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അതെവിടെ പച്ചമാങ്ങയിട്ട മത്തിക്കറി. ഒരു കഷ്ണം, 2 കഷ്ണം എടുക്കുക. 2 കഷ്ണം കുറച്ച് ചാറ് കുഴിയാക്കിയിട്ട് സൈഡിലാക്കാം. കിടക്കട്ട്. പിന്നെ എന്താണ്, അമ്മ തന്ന വഴുതിനിങ്ങ വറവ്. ഇതില്ലാതെ കുറച്ച് വൈകിട്ടാക്കിയതാണ് കേട്ടോ മത്തൻ. ഇത് അച്ഛന് പിന്നെ കൊണ്ട് കൊടുക്കുക, അച്ഛനും അമ്മക്കും. മത്തൻ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മത്തൻ കറി. അപ്പോൾ ഇന്നും കുറേ കറിയായി. നമ്മുടെ കാന്താരിയുടെ നിൽക്കുന്നുണ്ടേ, കാന്താരി. അപ്പോൾ ആദ്യം നമ്മുടെ കാന്താരി 2 നമ്മുടെ പുളിശ്ശേരി ഞെരട അല്ല, ഞെരട. എല്ലാം പുളിമായായിരുന്നു. ആദ്യം നമ്മുടെ മത്തിക്കറി തന്നെ നോക്കട്ടെ. പച്ചമാങ്ങയുടെ പുളി, ലേശം ഉപ്പ് കുറവുണ്ട്. ഇത് പുളിശ്ശേരിയും കൂടെ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. പുളിശ്ശേരി മത്തിക്കാരും വരുമ്പോണ്ടല്ല സംഭവം കിട്ടില്ലേ. കാന്താരിയിലെ എരിവും നമ്മുടെ മത്തൻ, ഇളം മധുരയിലെ മത്തൻ, വഴുതിരിങ്ങ, നാടൻ പേരിങ്ങാണ് ഏച്ചു കൊടുത്തത്. നല്ല മത്തിയിലെ ഒരു കഷ്ണം ഇട്ട് പോകട്ടെ. മത്തിയിലെ കഷ്ണം ചോറിൽ വെക്കുക, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുഴച്ചടിക്കുക. നല്ല മത്തി കേട്ടോ, നല്ല നൈസ് സാധനം മത്തിയാണ്. ചില മത്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല മത്തിയാണ്.
എന്നാൽ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ.